ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സ്കിന്ന് ലിവർ ഡിസീസിൽ എന്ത് മാറ്റം വരും എന്ന ടോപ്പിക്കാണ്. പലപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമങ്ങല്യം, മെലാസ്മ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം, അത് ലിവറിന്റെ പ്രശ്നമാണ് എന്ന് ഭയപ്പെട്ടിട്ട് വരുന്ന ഒരുപാട് പേഷ്യൻസിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ മെലാസ്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞു അത് ലിവർ ഡിസീസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എന്നാൽ ലിവർ ഡിസീസിൽ ഉണ്ടാകാവുന്ന ഒരുപാട് സ്കിൻ ചേഞ്ചസ് ഉണ്ട്. അത് ലിവർ ഡിസീസിൽ മാത്രം വരുന്ന ചേഞ്ചസ് അല്ല. അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ലിവറിന്റെ പ്രശ്നമാണെന്ന് നിങ്ങൾ വിധി എഴുതരുത്. മറിച്ച് ലിവർ ഡിസീസ് ഉണ്ടാകുമ്പോൾ, കരളിന് ഇപ്പൊ സീറോസിസോ മറ്റുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ സ്കിന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം എന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത്. പ്രധാനമായിട്ടുള്ള ചേഞ്ചസിനെ നമ്മൾ ഒരു 5 ടോപ്പിക്കായിട്ട് തരംതിരിക്കുകയാണ്. ഒന്ന്, പിഗ്മെന്റിൽ വരുന്ന ചേഞ്ചസ്. രണ്ടാമത്തത് രക്തക്കൊഴൽ, വാസ്കുലാർ ചേഞ്ചസ്. മൂന്നാമത്തത് നമ്മുടെ രക്തം കട്ടപിടിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്, കൊയാഗുലേഷൻ, അതിൽ വരുന്ന ഡിഫക്റ്റുകൾ. നാലാമത്തെ ചൊറിച്ചില്, പ്രൊറിറ്റസ്. അഞ്ചാമത്തേത് നഖങ്ങളിൽ വരുന്ന ചേഞ്ചസ്. അപ്പൊ ആദ്യത്തേത് പിഗ്മെന്ററി ചേഞ്ചസ്. നമുക്കറിയാം, ലിവറിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് മഞ്ഞപ്പിത്തം, ജോണ്ടിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് നയിക്കും. അത് നമ്മുടെ കണ്ണിനെയും കുറച്ചുകൂടി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെയും ഒക്കെ ഒരു മഞ്ഞ കളർ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബിലിറൂബിന്റെ ലെവല് 2.5 അല്ലെങ്കിൽ 3 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിനെക്കാട്ടി കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ് ഹൈപ്പർ മെലനോസിസ്. എന്ന് പറഞ്ഞാല് ഒരു കളറ് കൂടുക, നമ്മുടെ ഒരു കറുപ്പ് കളർ കൂടുക. അപ്പൊ അത് കൂടുതലായിട്ട് ഉണ്ടാവുക ഒന്നുകിൽ ശരീരത്തിലെ മിക്കവാറും ഭാഗങ്ങളിൽ ഉണ്ടാകും, അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ മുഖത്തൊക്കെ കൂടുതൽ വരാം. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിന് ചുറ്റും, അതുപോലെ പെരി ഓറൽ, നമ്മുടെ വായക്ക് ചുറ്റുമൊക്കെ അത് കാണാറുണ്ട്. വാസ്കുലാർ ചേഞ്ചസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ആണ് സ്പൈഡർ ആൻജിയോമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു രക്തക്കൊഴലും അതിൽ നിന്ന് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന കുറെ ചെറിയ ചെറിയ രക്തക്കൊഴലുകൾ കാണാൻ പറ്റും. അപ്പൊ അത് നമ്മൾ തന്നെ നെക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാഞ്ച് ആയി പോകും. അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ്. അത് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇത് പുറമെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇത് ഉണ്ടാകുമ്പോൾ, ഈ ലിവറിന്റെ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകളെ രക്തം ഛർദ്ദിച്ചു എന്ന് കേൾക്കാറുണ്ടല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രഷറൊക്കെ കൂടിയിട്ട് നമ്മുടെ അന്നനാളത്തിന്റെ ഈസോഫാഗസിന് അടിയിലുള്ള രക്തക്കുഴലുകൾ കുറച്ച് വീർത്ത് വന്നിട്ട് അത് പൊട്ടിപ്പോകുമ്പോഴാണ് ഈ രക്തം ഛർദ്ദിക്കുക എന്നുള്ള പ്രശ്നം വരിക. അപ്പൊ പുറമേൽ ഇത് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളിലെ ഈസോഫാഗസിലും വാരിസസ് ഉണ്ടാകാം എന്ന് ഒരു ചാൻസ് ഉണ്ട് എന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ചില ആളുകൾക്ക് കയ്യ് വളരെയധികം ചുവന്നു വരും, പാമാർ എറിത്തിമ എന്ന് പറയും. അല്ലെങ്കിൽ കൈയിന്റെ ഒരു സൈഡ് മാത്രം, ഈ ഒരു ഭാഗം മാത്രമായിട്ട് ഒരു യൂണിലാറ്ററൽ നീവോയിഡ് ടീലഞ്ചക്ടേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ വരും. പിന്നെ മുഖത്ത് ചെറിയ ചെറിയ രക്തക്കൊഴലുകൾ, അതിന് പേപ്പർ മണി സ്കിൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെ അവിടെ എവിടെയൊക്കെ രക്തക്കൊഴലുകൾ കാണാൻ പറ്റും. അത് സ്റ്റീറോയിഡുള്ള ക്രീമുകൾ വെളുക്കാൻ വേണ്ടി ഒരുപാട് തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു ചേഞ്ച് കാണാറുണ്ട്. അപ്പോൾ അത് ലിവറുമായി ബന്ധപ്പെട്ട സ്റ്റീറോയിഡിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ ഈ സീറോസിസുള്ള ആളുകൾക്ക് പിന്നെ വയറിന്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വയറിന്റെ പുറത്ത് തന്നെ ഇങ്ങനെ കാലിൽ കാണുന്ന പോലത്തെ വെരിക്കോസ് വെയിൻസ് വയറുമേൽ കാണാൻ പറ്റും. അതിനെ കാപ്പിറ്റുമെഡിസ് എന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെയുള്ളതാണ് വാസ്കുലർ ചേഞ്ചസ്. പിന്നെയുള്ള കൊയാഗുലേഷൻ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ ലിവർ നമ്മുടെ ഒരു ബോഡിയിൽ ഒരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഉണങ്ങുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനാണ്. അപ്പൊ അതിലെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൊയാഗുലേഷനിൽ പ്രശ്നം വരും. അപ്പൊ നമുക്ക് ബ്രൂയിസിങ് ഉണ്ടാവും, പെട്ടെന്ന് ഒരു രക്തം കല്ലിച്ച പോലെ ഉണ്ടാകും. പെറ്റയ്ക്ക് പർപ്യൂർ എക്കൈമോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊയാഗുലേഷന്റെ പ്രോബ്ലം കൊണ്ട് വരുന്ന സ്കിന്നിൽ കാണുന്ന രക്തം കല്ലിച്ച പോലുള്ള കുറെ കണ്ടീഷൻസ് ഉണ്ടാകും. അതുപോലെ നമ്മുടെ വായിലൊക്കെയുള്ള മ്യൂക്കോസയിലും നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകാം, അല്ലെങ്കിൽ മൂക്കിൽ കൂടി എപ്പിസ്റ്റാസിസ് ബ്ലീഡിങ് ഉണ്ടാകാം. പിന്നെ ഉള്ളതാണ് ചൊറിച്ചില്. വളരെയധികം ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ചൊറിച്ചിലാണ് ഈ ലിവർ ഡിസീസിലുള്ള ചൊറിച്ചില്. അത് കൂടുതലായിട്ട് കോളിസ്റ്റാസിസ് എന്നുള്ള കണ്ടീഷനിലാണ് കാണാറുള്ളത്. അത് പിന്നെ വളരെ അസഹനീയമായിട്ടുള്ള ഒരു ചൊറിച്ചിലാണ് ഉണ്ടാവുക. കൂടുതലായിട്ട് കാലിലും കയ്യിലും എക്സ്ട്രിമിറ്റീസിലാണ് ഉണ്ടാവുക. എന്നാൽ അതേസമയം വയറിലും ചെസ്റ്റിലും ഒക്കെ വരാവുന്നതുമാണ്. അപ്പൊ അത് സാധാരണ ഈ ചൊറിച്ചിലിന്റെ മരുന്നുകളെ കൊണ്ടൊന്നും മാറില്ല. കാരണം അതിനൊരു കാരണം നമ്മുടെ സ്കിന്നിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ബൈൽ ആസിഡ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ട്രീറ്റ്മെന്റിന് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ആയ കണ്ടീഷനാണ്. അപ്പോൾ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ചില ട്രീറ്റ്മെന്റുകളുണ്ട്. അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാവുന്നതുമാണ്. ലിവറിന്റെ അസുഖമുള്ള ആളുകൾക്ക് നഖങ്ങളിൽ പല മാറ്റങ്ങൾ ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ലബിങ്. അത് നമ്മുടെ നഖത്തിന് നോർമലി ഉള്ള ഒരു കർവേച്ചർ മാറിയിട്ട് വേറൊരു കർവേച്ചർ വരുന്നതാണ്.
അല്ലെങ്കിൽ അതിന് പിന്നെ ഒരു വരവരകൾ വരാം, തിക്കാവാം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന നഖങ്ങളാവാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് വൈറ്റ് ആയി പോകുന്ന ഒരു ടൈപ്പ് ഉണ്ടാകാം. ഇനി വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൈനാണ് ടെറീസ് നെയിൽസ് എന്ന് പറയും. കംപ്ലീറ്റ് വൈറ്റ് ആകും ഈ ചിത്രത്തിൽ കാണുന്ന പോലെ, പക്ഷെ അറ്റത്തുള്ള ചില ഭാഗങ്ങൾ മാത്രം നോർമൽ ആയിട്ടുള്ള ഒരു പിങ്ക് ബാൻഡ് ആയിട്ട് കിടക്കും. അതുപോലെ നഖങ്ങളിൽ മൾട്ടിപ്പിൾ ആയിട്ട് ഒരു പാരലൽ ആയിട്ട് ഒരു വൈറ്റ് ആയിട്ടുള്ള ബാൻഡുകൾ കാണാറുണ്ട്. ഇതൊക്കെയാണ് കൂടുതൽ ഈ സിറോസിസിലൊക്കെ കാണാറുള്ളത്. ഇനി ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ആണുള്ളതെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആർട്ടിക്കേരിയ എന്നൊരു അലർജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ പൊന്തി വരും, നല്ല ചൊറിച്ച ഉണ്ടാകും, കുറച്ച് താഴ്ന്നു പോകുന്ന ഒരു കണ്ടീഷൻ. അത് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ വരാവുന്നതാണ്. അതുപോലെ അതുള്ള ആളുകൾക്ക് തന്നെ ചുണ്ടൊക്കെ വീർത്ത് വരുന്ന ആൻജിയോ എഡിമ, അല്ലെങ്കിൽ സ്കിന്നിൽ വേദന ഉണ്ടാക്കുന്ന തടിപ്പ് വരുന്ന ഒരു എറിത്തിമ നോഡോസം, അങ്ങനെ പല കണ്ടീഷനുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ശരീരത്തിന്റെ അഗ്രഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു തരിതരി പോലെ വരുന്ന ഗൈനോട്ടിക്രോസ്റ്റി സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള പല കണ്ടീഷനുകൾ, ഇത് ഭയങ്കര റയർ ആയിട്ടുള്ള കണ്ടീഷനുകളാണ്. അപ്പോൾ എന്നാലും ഇതൊക്കെ കാണാറുണ്ട്. അല്ല, ഹെപ്പറ്റൈറ്റിസ് സി ഇൻഫെക്ഷൻ വരുമ്പോഴും ഇതുപോലെ പിന്നെ പലതരത്തിലുള്ള ഒരു മിക്സഡ് ക്രയോഗ്ലോബുലിമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയൊക്കെയുള്ള കണ്ടീഷനുകളൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ വളരെ അപൂർവമായിട്ട് സൺ എക്സ്പോസ്ഡ് ഏരിയകളിൽ പിന്നെ വെയിൽ തട്ടുമ്പോൾ അവിടെ ഒരു കുമിള പോലെ വരുന്ന പോർഫൈറിയ കുട്ടീനിയ ടാർഡ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ, ഇതൊക്കെ ഈ ഒരു ഇതിൽ ഉണ്ടാകാറുണ്ട്. പിന്നെ ശരീരത്തിന്റെ അഗ്രഭാഗങ്ങളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നെക്രോലൈറ്റിക് ആക്രൽ എറിത്തീമ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ വളരെ റെയർ ആണ്. അപ്പം ഈ ഒരു വീഡിയോയുടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ലിവർ ഡിസീസ് ഉള്ള ആളുകൾ ഇത് കാണുമ്പോൾ ഓക്കെ, ഇത് ലിവർ ഡിസീസിന്റെ ഭാഗമായിട്ട് തന്നെ വരാവുന്ന കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കാം. അതല്ലാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാള് ഇപ്പൊ ഈ ഒരു ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് ഇത് കാണുമ്പോൾ അയ്യോ ഇത് ലിവർ ഡിസീസ് ആണോ എന്ന് ചിന്തിക്കുന്ന ആ ഒരു പിന്നെ ഭയത്തിലേക്ക് നമ്മൾ പോകരുത്. ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും ഇതിന് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക, അതിന് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു ആൾ.